അത് നമ്മളെ പോലീസിൻ്റെയും എക്സൈസിൻ്റെ ഒക്കെ ശ്രദ്ധയിൽ പെടുത്താറുമുണ്ട്. പല ഭാഗത്തുനിന്നും ഇങ്ങനെയുള്ള കുട്ടികൾ പിന്നെ അസമയത്ത് കാര്യം സ്ട്രീറ്റ് ലൈറ്റ് എറിഞ്ഞ് പൊട്ടിച്ചിട്ട് അവിടെ കൂട്ടം കൂടി നിൽക്കുന്നതും മറ്റുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് വ്യാപകമായിട്ടുള്ള പരാതി എല്ലാ ഭാഗത്തു നിന്നും കരുവാറ്റം എന്നല്ല നമ്മുടെ പ്രദേശങ്ങൾ മുഴുവൻ കണ്ടുവരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ സാറ് പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം 2 കുട്ടികളെ തടഞ്ഞു വെച്ചിട്ട് വീട്ടിൽ വിളിച്ചപ്പോൾ അവർ ഉറങ്ങുക എന്ന് വീട്ടുകാർ പറഞ്ഞ പോലെ തന്നെയായിരുന്നു ഈ കുറ്റവാളികളുടെ വീട്ടിൽ ചെന്നപ്പോൾ അവരകത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ടെന്നാണ് മാതാപിതാക്കൾ പറഞ്ഞത്. അപ്പോൾ ആ വിഷയം അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ല, ഈ പറഞ്ഞതിനോടൊരനുബന്ധം പറയാനുള്ളത്, ഇപ്പൊ 13 വയസ്സുള്ള ഒരു കുട്ടി നിയമം ലംഘിച്ചിട്ട് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പേരൻസിനെ ശിക്ഷിക്കുക. പക്ഷെ ആ തിയറി ഈ ക്രൈമുകൾ അപ്ലൈ ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടെന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. അത് പൂർണ്ണമായി പറയാൻ പറ്റില്ല. കാരണം അതിന് ഒന്നാമത്തെ പ്രശ്നം നമ്മുടെ സൈബർ സ്പേസ് അത്രയും വളർന്നു കഴിഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളിവിടെ എടുക്കുന്ന ഒഫൻസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമാണ് CCLനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നുള്ളൂ. ഇവിടുത്തെ ചരിത്രം അതാണ്. ഇപ്പോൾ ഒരു CCL ഒരു കുട്ടി കുറ്റവാളി അല്ലെങ്കിൽ പറഞ്ഞാൽ കുട്ടി നിയമവുമായി സംഘർഷത്തിൽ ഏർപ്പെട്ട കുട്ടി, ആ കുട്ടിയെ സമൂഹം തിരിച്ചറിയുന്നത് ഒരു ഒഫൻസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് മാത്രമാണ്. നമ്മൾ സൈബർ സ്പേസുകൾക്കകത്ത് നമ്മുടെ വീടിലെ മുറികൾക്കകത്ത് സ്വന്തം കുട്ടികൾ എവിടെയാണ് സെർച്ച് ചെയ്യുന്നത് ഒരു രക്ഷകർത്താവിനും കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇന്നത്തെ ലോകം. ഇന്ന് നമ്മൾക്ക് സ്വന്തം കുട്ടികളോട് പോലും അഡ്വൈസ് ചെയ്യാൻ പറയാൻ പറ്റാത്ത കാര്യം, നാളെ എന്താണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ലോകം വളർന്നുകൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ ഒരു വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്ത് ഒരു CCLനെ ഐഡന്റിഫൈ എടുക്കാൻ വേണ്ടി പറ്റും? ഒരു ഒഫൻസ് റിപ്പോർട്ട് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഞാൻ വരുന്ന ജില്ലയിൽ ഞാൻ നടത്തുന്ന കോടതികളിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നിടത്ത് ഈ കുട്ടികളിൽ ഗാങ് റേപ്പിൽ പ്രതിയായ കുട്ടികൾക്ക് വേണ്ടി ഞാൻ കേസ് എടുക്കുന്നുണ്ട്. ഗാങ് റേപ്പിൽ പ്രതിയായിട്ടുള്ള സ്വന്തം കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് പോയിട്ട് പോവാണ്, എടാ ഇങ്ങനൊരു സൗകര്യമുണ്ട് നീ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് ഒന്നിച്ച് ഒരു മുറിക്കകത്ത് കയറി ഗാങ് കൺസെന്റ് ഉണ്ടാകാം എന്തായിരിക്കട്ടെ, ഗാങ് റേപ്പ് നടത്തുന്ന കാലഘട്ടമുള്ള കുട്ടികളുള്ള കാലമായി മാറി. ഇതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ഈ കുട്ടികളുടെ രക്ഷകർത്താക്കൾക്ക് ആർക്കും അറിയില്ല. അവർ സ്കൂളിൽ പോയിരുന്ന ധാരണയിൽ കുട്ടികളുടെ അച്ഛനും അമ്മയും രാവിലെ 9 മണിക്ക് പൊതിയും കെട്ടി കുട്ടികളെ സ്കൂളിലേക്ക് വിടുകയാണ്. ഇവരിതാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഒരു വിയോജിപ്പുണ്ട്. ഒരു വക്കീലിനെ സംബന്ധിച്ചിടത്തോളം പോലീസുകാരനെ സംബന്ധിച്ചിടത്തോളം ഈ ഒഫൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഇത് ഐഡന്റിഫൈഡ് ആവുന്നുള്ളൂ. പക്ഷെ ആ കുട്ടിയുടെ ജീവിത പശ്ചാത്തലം പുറകിലോട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് നയിക്കപ്പെടുന്ന ഒരുപാട് ട്രേറ്റ്സ് പള്ളിക്കൂടത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും, മാതാപിതാക്കൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും, പലതും കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അതിൽ ആക്ഷൻ ഉണ്ടായ സംഭവത്തില് എന്റെ സഹപാനലിസ്റ്റ് പറഞ്ഞ അദ്ദേഹം തന്നെ ആ വീടിനടുത്തുള്ളതാണ്. ആ കുട്ടിയെ പറ്റിയുള്ള നമ്മൾ ചർച്ച ചെയ്ത ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞു. ആ കുട്ടിയെ പറ്റി തന്നെ ആ നാട്ടിലുള്ള ആളുകൾക്കുള്ള അഭിപ്രായം പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞാൽ, കഴിഞ്ഞ പരിപാടികൾക്ക് സമ്മാനം ഉൾപ്പെടെ വാങ്ങുകയും രക്ഷകർത്താവിനെ കൂടെ സ്നേഹമായി കരുതുന്ന ഒരു കുട്ടി പൊതുസമൂഹത്തിൽ കിട്ടുന്ന ചിത്രം. 10 വയസ്സിൽ ഒളിച്ചോടിയിട്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുമ്പിൽ ഹാജരാക്കുകയും ഒരു ഷെൽട്ടർ ഹോമിലാക്കുകയും ചെയ്തു എന്നുള്ളൊരു ചരിത്രം. ആ ഒഫൻസ് റിപ്പോർട്ട് ചെയ്യാതെ സമൂഹമാണ്. അന്ന് ആ കുട്ടി പലായനപ്പെടുകയാണെങ്കിൽ ആ കുട്ടിക്കെതിരെ കേരള പോലീസിന്റെ 57 പ്രകാരം ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ഒഫൻസ് റിപ്പോർട്ട് ചെയ്തിരുന്നോ? ആ ഒഫൻസ് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ കുട്ടീനെ ഇവിടെയാണ് കാഴ്ചപ്പാടിന്റെ വ്യത്യാസം. ഒരു കുട്ടി പോലീസുമായിട്ട് അവിടെ കാഴ്ചപ്പാടുകളുടെ സാർ രക്ഷകർത്താക്കളുടെ വിഷയം. കാരണം എന്താണ്, സ്വന്തം കുട്ടി ഒളിച്ചോടി പോയി അല്ലെങ്കിൽ ഇത് സമൂഹം അറിയും, ചർച്ച ചെയ്യപ്പെടും, എന്റെ കുടുംബത്തിലെ സമൂഹത്തിലെ പശ്ചാത്തലം നഷ്ടപ്പെടും എന്ന ഭയമുള്ള രക്ഷകർത്താക്കൾ പല ക്രൈമുകളും വീടുകൾക്കുള്ളിൽ കുഴിച്ചു മൂടുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.